ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സുമ ചേച്ചിയുടെ വീട്ടിലാണ്. മലബാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഈ കടുക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുക്ക തന്നെയാണ്. സുമ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ വകയിലൊരു അമ്മാവൻ്റെ മോളുടെ ആരുമല്ല, എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ്. എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ പോവാണ്. വീട് അന്വേഷിച്ച് ഞാൻ കുറച്ച് നേരമായി ഓടിക്കാൻ തുടങ്ങിയിട്ട്. തിരുമംഗലത്ത് നിന്നാണ് ആ വീട്ടു പേര്. ഇതാണെന്ന് തോന്നുന്നു. നോക്കൂ പേരെന്താന്ന്. യെസ്, തിരുമംഗലം എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. സുമ ചേച്ചി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അയ്യോ സുമ ചേച്ചി, അയ്യോ ഹായ് ചേച്ചി. അപ്പൊ കടുക്കൊക്കെ വാങ്ങിച്ച് റെഡി അല്ലേ? ഞാൻ വീട് കണ്ടുപിടിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. എന്തായാലും അല്ല, പ്രേക്ഷകരുടെ അടുത്ത് ഹായ് പറയും. ഇതാണ് സുമ ചേച്ചി. ഞാൻ ഇത്ര നേരം പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ അകത്ത് പോട്ടെ. സാരി കൊടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അകത്ത് പോവാം. ഹായ്, കണ്ടില്ലേ എനിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ കേട്ടോ സുമ ചേച്ചിയുടെ വീട്ടിൽ. വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. എന്തായാലും ഇതാണ് സുമ ചേച്ചി. സുമ ചേച്ചി ഹായ് പറയും. ഹായ് ഹായ്. എന്തായാലും ചേച്ചീൻ്റെ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്നാദ്യം ഒരു ഇൻട്രൊഡക്ഷൻ. കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണ് കല്ലുമ്മക്കായ അല്ലെങ്കിൽ കടുക്ക. അത് അരിക്കടുക്ക. ചേച്ചി ബേസിക്കലി എവിടെ നിന്നാണ്? ആക്ച്വലി എവിടെ നിന്നാണ്? ബേസിക്കലി ഞാൻ അങ്ങാടിപ്പുറം എന്ന് പറയും, മലപ്പുറം ഡിസ്ട്രിക്ട്. ഓക്കെ. കല്യാണം കഴിച്ചിട്ട് വന്നത് മാഹിയിലേക്ക്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണിത്. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച്. ഹസ്ബൻഡ് LICയിൽ വർക്ക് ചെയ്തു, ഡെവലപ്മെന്റ് ഓഫീസറാണ്. ഓക്കെ. മക്കള് രണ്ടുപേര്. മക്കള് ഭയങ്കര പാട്ടുകാരാണോ? ഞാൻ വന്നപ്പോ തന്നെ ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്നു. നമുക്ക് അവരെ കൊണ്ടൊന്ന് പാടിപ്പിച്ചിട്ടും കൂടി വിടാം ലാസ്റ്റ്. അവർ നമുക്ക് വേണ്ടി പാടും. എന്തായാലും നമുക്ക് ആദ്യം എങ്ങനെയാണ് അരിക്കടുക്ക അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് കല്ലുമ്മക്കായ. ഇത് കല്ലുമ്മക്കായ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ കൂടിയിട്ട്. അതായത് ഇങ്ങനെ കൂടിയിട്ട് ഭയങ്കര നാണിച്ചിങ്ങനെ അടങ്ങിയിരിക്കും. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അവിടെ ഷോപ്പിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കത്തി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരും. കാരണം നമ്മൾ വീട്ടിലത് സ്പ്ലിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ കല്ലുമ്മക്കായ എടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചാൽ അത് തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി വരും. തണുത്തിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. ഓക്കെ. ഇത് ഇതാണ് മെയിൻ കല്ലുമ്മക്കായ. ഇതാണ് ബേസിക് സാധനം. ഇനി ഇതിൽ അരിന്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ അരിക്കടുക്കയ്ക്ക് ചെയ്യണത്. ഓക്കെ, അതെങ്ങനെയാ ചെയ്യണമെന്നൊന്ന് ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പറയാം. ഇത് ഫില്ലിംഗ് വെക്കുന്ന ഇത് ശരിക്കും പുഴുക്കലരി ചൂടുവെള്ളത്തിൽ 1 hour സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടാണ് ഫില്ലിംഗ് വെക്കുക. പക്ഷെ ഇപ്പൊ അതൊക്കെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ലബോറിയസ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഈസി വേ ആണ് ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പൊ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി എടുത്തിട്ട് ഇത് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടാണ് നമ്മൾ ആ പുഴുക്കലരിന്റെ പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പത്തിരിപ്പൊടിയാണ്. അപ്പൊ ഇത് പുഴുക്കലരിക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് പത്തിരിപ്പൊടി മാത്രം. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും? കടയിൽ വാങ്ങിക്കാൻ കിട്ടും പത്തിരിപ്പൊടി. ഓക്കെ, കൂൾ. പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഇതൊന്ന് ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. പത്തിരിപ്പൊടി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മെയിൻ ആയിട്ട് ഓർമ്മയുണ്ടല്ലോ നേരത്തെ പറഞ്ഞ കല്ലുമ്മക്കായ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് നല്ലോണം ക്ലീൻ ആക്കണം. പുറമേയും ഷെല്ലിന്റെ പുറത്തും അകത്തും ക്ലീൻ ചെയ്യണം. അല്ലാണ്ട് അഴുക്ക് പിടിച്ച സാധനം വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പൊ ആദ്യം അരിപ്പൊടി ഒരു കപ്പ് അല്ലേ? ഓക്കെ. ഇപ്പൊ 1 കപ്പ് അരിപ്പൊടി ആദ്യം എടുക്കുക. ഓക്കെ. ഉപ്പ് കുറച്ച് എടുക്കുക. ഈ കല്ലുമ്മക്കായ അങ്ങനെ എല്ലാ ദിവസവും കിട്ടുന്ന സാധനമല്ലേ? അത് സീസണലാണ്. ഇത് പെരുംജീരകവും ഉള്ളിയും കൂടി ക്രഷ് ചെയ്ത് അപ്പൊ ഇതും ആഡ് ചെയ്യണം ഇതിനകത്ത്. വെറുതെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അല്ലേ? മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്ത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ടിരിക്കുന്നത് അരിപ്പൊടി, ഉപ്പ്, പെരുംജീരകം, ചെറിയ ഉള്ളി ക്രഷ് ചെയ്ത് ഇത് രണ്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം. അപ്പോൾ വെള്ളം നമ്മളിവിടെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഈ
ഒരു പരുവാവണം. 1 കപ്പ് പൊടി എടുത്താൽ 1 കപ്പ് മതിയാവും ചൂടുവെള്ളം. ഓക്കെ, 1 കപ്പ് പൊടിക്ക് 1 കപ്പ് ചൂടുവെള്ളം മതി. ഓക്കെ, അപ്പം എന്തായാലും നന്നായിട്ട് ഇങ്ങനെ ഇളക്കുവാണ്, കുഴച്ചെടുക്കണം. ഓക്കെ. ഇത് വെക്കണോ, മാറ്റി വെക്കണോ കുറച്ച് നേരത്തേക്ക്? വേണ്ട, ഇത് ഇപ്പം തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യാം നമുക്ക് ഇതിലേക്കാ, അതിനകത്ത് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വന്നിട്ട് അതിൻ്റെ അതുവരെ അടങ്ങിയിരിക്കുന്ന ഒരു സാധനം തുറന്ന് വന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ അരിപ്പൊടി ഫില്ല് ചെയ്യാണ്. ഇതുവരെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അടങ്ങിയിരുന്ന കല്ലുമ്മക്കായ നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്തു. അതായത് നമ്മൾ ഉപ്പ്, അരിപ്പൊടിയിൽ ഉപ്പും പിന്നെ പെരുംജീരകം, ചെറിയുള്ളി, ഇത് രണ്ടും ചതച്ചിട്ടു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി കുഴച്ചതിൽ വെള്ളം ഒഴിച്ച് കുഴച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുവാണ്. കല്ലുമ്മക്കായയുടെ അടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഷേപ്പിലായിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ക്ലോസ് ഇറ്റ്, ഫിനിഷ്, ഡൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ഇനി ഇതിനെയാണ് നമ്മൾ സ്റ്റീം ചെയ്യണം, വെറുതെ വയ്ക്കരുത്, സ്റ്റീം ചെയ്യണം. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റീം ആവാൻ ഇത് റെഡി ആയി കഴിഞ്ഞു, ഇങ്ങനെ സ്റ്റീം ആവാനായിട്ട്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ കുക്കർ വെച്ചിട്ടാണ് ഇവിടെ സ്റ്റീം ചെയ്യുന്നത് നമ്മൾ, അല്ലേ? ഇപ്പോൾ വെറുതെ ഇട്ടാൽ മതി കുക്കറിൻ്റെ അകത്ത്? അല്ല, അതിനൊരു സ്റ്റാൻഡ് ഉണ്ട്, അതിനകത്ത് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു സ്റ്റാൻഡ് ഉണ്ട്, അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന്, അല്ലേ? അപ്പം ഇനി ആ സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തായിട്ടാണ് ഇനിയിപ്പോൾ എല്ലാം വെക്കുന്നത്. എത്ര നേരം വെക്കേണ്ടത്? അത് സ്റ്റീം വന്നിട്ട് 10 minutes ആയി കഴിഞ്ഞാൽ അത് റെഡിയായി. 10 മിനിറ്റോളം നമുക്കിത് ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് പതുക്കെ തുറക്കുവാണ്. സ്റ്റീം ആയല്ലേ? അപ്പോൾ ഇതൊരു ഏകദേശം 10 മിനിറ്റ് നമ്മൾ വെച്ചു. ഇനി നമുക്കിത് പതുക്കെ എടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. സ്റ്റീം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഷെല്ല് മാറ്റാം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് പൊളിച്ചെടുക്കുകയാണ്. എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒട്ടിയിരിക്കുകയാണ് ഇപ്പോഴും. അതിന് നമ്മളിങ്ങനെ കത്തി യൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇങ്ങനെ വരും. അപ്പം ഈ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ ഊരി വരും. ആൻഡ് അകത്ത് അരിപ്പൊടിയും അതിന് ചുറ്റും കക്ക ഇങ്ങനെ അരിപ്പൊടീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ എല്ലാം നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഷെല്ലിൽ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇവിടെ വെക്കും. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാം. ഓക്കെ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എരിവ് കുറവും നല്ല കളർ കിട്ടും. ഓക്കെ, എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലാവാം. ഓക്കെ, നമ്മളുടെ മസാല റെഡി. സിമ്പിൾ മസാലയാണ്. നമ്മൾ കണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിടും. ഇത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി. ഡിപ്പ് എന്ന് വെച്ചാൽ വെറുതെ ആ ഒരു ഇടുന്നതിന് മുമ്പ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം സ്റ്റവ് വെക്കാം. സ്റ്റവിൽ നമ്മൾ ആദ്യം പാൻ വെക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്യുന്നത്? വെളിച്ചെണ്ണ. നമ്മൾ ഇത്ര നേരം ചെയ്ത ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം കല്ലുമ്മക്കായ വാങ്ങിച്ചു, കടയിൽ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് അതിനെ തുറപ്പിച്ചു. തുറന്നതിന് ശേഷം അതിൻ്റെ പുറമേയുള്ള സാധനങ്ങളൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കാനുള്ള അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടിക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ചെറിയുള്ളി ആൻഡ് പെരുംജീരകം ഇത് രണ്ടും നമ്മൾ ചതച്ചരച്ച് അതിൻ്റെ മേലിലിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം യൂസ് ചെയ്താണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഈ കല്ലുമ്മക്കായുടെ അകത്ത് ഈ ഓരോ ഉരുണ്ടയായിട്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അമർത്തി വെച്ചു. അതിൻ്റെ അകത്ത്
അതിനെ പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തതിന് ഷെല്ല് റിമൂവ് ചെയ്തു. ഷെല്ലിനെ പതുക്കെ നമ്മൾ ഇങ്ങനെ കരണ്ടിയൊക്കെ വെച്ച് തോണ്ടിയെടുത്ത് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പരുവായി. ഇതിനെ നമ്മൾ മസാലയിലേക്ക് ഇപ്പം മുക്കി, അതായത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി 3 സാധനം പേസ്റ്റ് ആക്കിയിട്ട് അതിലിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് നമുക്ക് ഇങ്ങനെ കല്ലുംകായ നേരത്തെ കാണിച്ചില്ലേ, സ്റ്റീം ചെയ്തിട്ട് ഷെല്ല് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഫ്രീസറിന്റെ ഉള്ളിൽ എത്ര വേണമെങ്കിൽ വെക്കാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ചൂടോട് കൂടി കഴിക്കണം. ചൂടോടെ കഴിക്കണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തീർന്നു പോകും. അതെ, അപ്പൊ എന്ത് മാറ്റി വെക്കേണ്ട ഒരു ചോദ്യമേ അവിടെ വരുന്നില്ല, മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പൊ ഇത് അകത്ത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ അരിപ്പൊടി സ്റ്റീം ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡ് അപ്പൊ ആയി അല്ലേ, നല്ലൊരു മണം വരുന്നുണ്ട്, മുളക് പൊടി കത്തുന്ന മണം. പക്ഷെ നല്ലൊരു ലുക്ക് ഉണ്ടല്ലേ ചേച്ചി. അപ്പം എന്തായാലും നമ്മുടെ അരിപ്പൊടി ഓൾറെഡി വെന്ത് സ്റ്റീമായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അധികം നമുക്ക് വറക്കേണ്ട കാര്യമില്ല. ചുറ്റുമുള്ള കല്ലുമ്മക്കായ മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. എൻ്റെ വായന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. ഇത് നമുക്ക് വെറുതെ കഴിക്കാമല്ലോ, സ്നാക്കായിട്ട് വെറുതെ കഴിച്ചാൽ മതി. നല്ലപോലെ ഫ്രൈ ആയി. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇത് ആയിക്കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഗ്യാസ് ഓഫ് ചെയ്യാം, നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിനി ഇത് ചായയുടെ കൂടെ കഴിക്കാമല്ലോ. അത് ചായക്ക് കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. ഒരു പറ്റിയ സ്നാക്കാണ്. പിന്നെ നമുക്കിത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. കുറച്ച് മല്ലി ചെടി വടിയൊക്കെ വെക്കുക, ഒരു ഡെക്കറേഷൻ. ഇതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകതരം മണമാണ് ഈ കല്ലുമ്മക്കായ ഉണ്ട് അല്ലേ, ഒരു സ്പെഷ്യൽ സ്മെൽ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്മെല്ല് മനസ്സിലാവും. എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് തയ്യാർ. കണ്ടില്ലേ, നല്ല മാടി വിളിക്കുന്ന ഒരു സ്മെൽ, എന്നെ കഴിക്കൂ എന്ന് പറയുന്ന ഒരു സ്മെൽ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചായ കൂടി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് അതിനുള്ള സമാധാനവും പേഷ്യൻസും ഒന്നുമില്ല. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഭയങ്കരമായിട്ട് പടമൊക്കെ വരയ്ക്കും. എന്ത് പെയിന്റിങ്? മ്യൂറൽ പെയിന്റിങ്. അതെന്താന്ന് കൂടി നോക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ കല്ലുമ്മക്കായ നമുക്ക് പുറത്ത് വരുന്ന കഴിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന കഴിക്കാം, പുറത്തേക്ക് പോവാം. ഓക്കെ അപ്പോൾ നമ്മളിന്ന് ചായയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഫോമലായിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഞങ്ങൾ ഇനി ടേസ്റ്റിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ചായയായി. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്നാക്ക് ഐറ്റം അല്ലേ, അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്താലോ? ഇനി ടേസ്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ചൂടൊക്കെ പോയി നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത്. ഭയങ്കര ക്രിസ്പി ആട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പത്തിരിപ്പൊടി വെച്ച് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് അകത്തുള്ളത് സോഫ്റ്റും പുറമേ ഉള്ള നമ്മുടെ കല്ലുമ്മക്കായ ഭയങ്കര ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സൂപ്പർ സാധനം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഒരു അടിപൊളി സ്നാക്കായിട്ടും ഇതിൻ്റെ കൂടെ ഒരു ചായയും. ആ എരിവും ചൂടോടുള്ള ചായയും എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വരച്ച സാധനങ്ങളൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചു തന്നെ. അത്ര വലിയ ചേച്ചി ഭയങ്കര ആർട്ടിസ്റ്റ് ആണല്ലോ. മ്യൂറൽ പെയിന്റിങ് അല്ലേ? മ്യൂറൽ എന്ന് പറയാം. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല, പക്ഷെ കണ്ടാൽ നല്ല രസമുണ്ട്. എന്ന് കാണിക്കാം. ഇതിന് എന്താണിത് ആക്ച്വലി ഉദ്ദേശിച്ചത്? ഇത് ഗണപതിയാണ്.
ഈ ഡിസൈൻ ചേച്ചിയാണോ ചെയ്തത്? അല്ല, ഞാനൊരു വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു, 3 days വർക്ക്ഷോപ്പ്. അപ്പം അതിനൊരു സാർ വന്നിട്ട് പഠിപ്പിച്ചു തന്നു. ഓക്കെ, സോ ഇത് വൺ ഓഫ് ദി പെയിൻറ്റിങ്സ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് മ്യൂറൽ പെയിൻറ്റിങ്. ഗണപതിയുടേതാണ്. ഇനി അടുത്തത്, ഇനി ഒരു പെയിൻറ്റിങ് ഉണ്ട്, ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ടാഞ്ചോർ പെയിൻറ്റിങ്, അത് ഗണപതി തന്നെ. ഈ ഗോൾഡ്സ് ആണ് എന്താണ്? ഇത് ആക്ച്വൽ ഗോൾഡ് ഫോയിലാണ്, 22 karat ഗോൾഡാണ്. അപ്പം ഇത് എനിക്ക് തരൂ, കൊണ്ടുപോയിക്കോളാം. നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ പെയിൻറ്റിങ്, ടാഞ്ചോർ പെയിൻറ്റിങ് ആൻഡ് മ്യൂറൽ പെയിൻറ്റിങ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിൻറ്റിങ് പഠിക്കണമെങ്കിൽ സുമാൻറ്റിയുടെ വീട്ടിൽ വന്നാൽ മതി. ഇല്ല, ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ 2 ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞാനിന്ന് ഈ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഇറങ്ങുവാണ്. ആ പഞ്ചറായ സൈക്കിളേ എനിക്കുള്ളൂ, അപ്പം ഒന്ന് കയറാൻ ഹെൽപ്പ് ചെയ്യണം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളൊക്കെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മോഹൻലാൽസ് ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇനിയും അടിപൊളി എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കും. സുമാൻറ്റി എന്നെ ഇന്നലെ വിളിച്ചു, ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലേ, നിങ്ങൾക്കും നല്ല അടിപൊളി ഡിഷസ് അറിയാമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. അപ്പം ഞാനും നിങ്ങളുടെ വീട്ടിൽ വരും, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കും. അല്ലേ, അപ്പോൾ ഇന്നത്തെ ഡിഷ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അരിക്കടുക്കയാണ് ഇന്ന് ഉണ്ടാക്കിയത്. നല്ലൊരു സൂപ്പർ സ്നാക്ക് ഐറ്റം ആയിരുന്നു. അപ്പോൾ എന്തായാലും ചേച്ചി ഞാൻ ഇറങ്ങട്ടെ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആ സൈക്കിളൊക്കെ ഒന്ന് നോക്കട്ടെ, പഞ്ചറായിട്ടുണ്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വയറും നിറഞ്ഞു, എൻ്റെ മനസ്സും നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. പക്ഷെ വീട്ടിലെ പാത്രങ്ങൾ മാത്രം കാലിയായി. എന്തായാലും ഞാൻ പോവാണ്. പക്ഷെ എനിക്ക് വീടൊക്കെ അറിയാൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ തിരിച്ചു വരും. ഈ സൈക്കിൾ ഞാൻ വാടകയ്ക്ക് എടുത്താട്ടോ. കയറാനും ഇറങ്ങൂടെ, ഇറങ്ങാനും ഇറങ്ങൂടെ. അപ്പോൾ ഓക്കെ, സ്റ്റാൻഡ് മാറ്റണം അല്ലേ? ഒന്ന് മാറ്റി തരുമോ? സൈക്കിൾ ഓടിക്കാൻ മാത്രം ഇറങ്ങിയാൽ പോരാ. ഓക്കെ, അപ്പം ഇന്ന് മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ എൻ്റെ യാത്ര തുടരുകയാണ്. എന്തായാലും ഓക്കെ ചേച്ചി, ഓക്കെ ബൈ, താങ്ക് യു.